ഇനി മാളുവിന്റെ കാര്യം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അക്കാര്യം ഓർത്ത് ടീച്ചർ ടെൻഷൻ ആവണ്ട. ആ കുട്ടിയെ പഴയതുപോലെ നല്ല സ്മാർട്ടാക്കി തിരിച്ചേൽപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. പോരെ? പക്ഷേ ഇന്ന് കണ്ടതുപോലെ മന്ത്രവാദവും ചാത്തൻ സേവയായിട്ട് അവിടെ ആരെയും കണ്ടുപോകരുതെന്ന് ടീച്ചർ പ്രത്യേകം അവരോട് പറഞ്ഞേക്കണം. ഇല്ലടാ, ഇനി അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും മുരളിയുടെയും അശ്വതിയുടെയും ഭാഗത്തു നിന്നുണ്ടാവില്ല. അല്ലെങ്കിലും അവർക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അശ്വതിയുടെ അമ്മയുടെ നിർബന്ധം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്നാ ആ അമ്മച്ചിയെ കുറച്ചു ദിവസത്തേക്ക് വല്ല ബന്ധുവീട്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ അശ്വതി ആന്റിയോട് പറയൂ. അവരവിടെ നിന്ന് ഇതുപോലെയുള്ള അവതാരങ്ങളെ ഇനിയും ഇറക്കുമതി ചെയ്യാൻ സാധ്യതയുണ്ട്. ഏയ്, ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ അശ്വതി മുരളിയും നോക്കിക്കൊള്ളും. നീ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. കഴിക്കാൻ എടുക്കട്ടെ? ഗീത, ഡെയ്സി ഇപ്പോൾ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാണോ അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും? നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയിന്ന് ഞാൻ ഡെയ്സിയോട് പറഞ്ഞു. ഡെയ്സിയും ജോബിനും കൂടി ഇന്ന് മുരളിയുടെ വീട്ടിൽ ചെന്നിരുന്നു. അതെന്തിനാ? ചുമ്മാ പോയതെന്നാ ഡെയ്സി പറഞ്ഞത്. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഡെയ്സിയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അവരുടെ പ്രശ്നം നമ്മളായിരുന്നല്ലോ. നമ്മളായിട്ട് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. പിന്നെ എന്ത് പ്രശ്നം അവിടെ? വീപ്പി ഡെയ്സിയോട് വിശദമായിട്ട് ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചിരുന്നെങ്കിൽ ഡെയ്സി ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു. പക്ഷെ ഞാനതിൽ വലിയ താല്പര്യം കാണിക്കാൻ പോയില്ല. താൻ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടുള്ള തലവേദന അവർക്ക് ഒഴിഞ്ഞു കിട്ടിയല്ലോ. പിന്നെ നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ഡെയ്സി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇഷ്യൂ അത്ര നിസ്സാരമല്ലെന്ന് തോന്നുന്നു. മാളു എന്തോ ഡിപ്രഷനിലാണെന്ന്, ആരോടും മിണ്ടാതെ കോളേജിൽ പോലും പോവാതെ മുറിയടച്ചിരിപ്പാണെന്ന്. അയ്യോ, അതെന്താ അവളങ്ങനെ? എന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ മുരളിയുടെ അന്നത്തെ പ്രകടനം തന്നെയാവും പ്രധാന കാരണം. അതുമല്ലെങ്കിൽ ആ അരുണുമായിട്ടുള്ള പ്രപ്പോസൽ വീണ്ടും പൊടിയൊട്ടി എടുത്തു കാണും. മാളും അതിനെ എതിർത്തിട്ടുണ്ടാവും. അവളുടെ എതിർപ്പ് വകവയ്ക്കാതെ മുരളിയും ഇന്ദിരാമയൊക്കെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവും. അവളെ സ്വാഭാവികമായും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും എന്താ ശരിക്കുള്ള റീസൺ എന്ന് നമുക്ക് ഡെയ്സിയെ വിളിച്ചൊന്ന് ചോദിച്ചാലോ? എത്രയൊക്കെ ആയാലും മാളുവിന്റെ കാര്യമല്ലേ. നമ്മളായിട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. നോ, താൻ വെറുതെ ഓവർ സെന്റിമെന്റലായി അതിലിടപെടാൻ നോക്കണ്ട. അതൊക്കെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളായി മാത്രം കണ്ടാൽ മതി. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, ആരോടും അന്വേഷിച്ചിട്ടുമില്ല. ഇനി അതിനും നമ്മളെയാണ് മുരളി അശ്വതിയും ബ്ലെയിം ചെയ്തെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പുവിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ അനുഭവിച്ച ടെൻഷനും വേദനയൊക്കെ എത്രത്തോളം ഭീകരമായിരുന്നു തനിക്കറിയാലോ. എന്താണ് കാര്യം എന്ന് അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നെന്ന് താൻ മറന്നുപോയോ? അപ്പുവിനെന്ന് മുരളി വിളിച്ചത് ഓർമ്മയില്ലേ? സാധനമെന്ന്. ഒരു വീട് പോലെ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചവർ തന്നെയാണ് നമ്മുടെ മുഖത്തേക്ക് ആദ്യം കാറി തുപ്പിയത്. മുരളി അശ്വതി ഒന്ന് ആത്മാർത്ഥമായി മനസ്സ് വച്ചിരുന്നെങ്കിൽ അപ്പുവിൻ്റെ പ്രശ്നം ഇത്രയും വഷളാവുമായിരുന്നില്ല.
അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നേരത്തെ, ഇതിലും ഭംഗിയായി നമ്മൾ ഈ വിഷയം സോൾവ് ചെയ്തേനെ. പകരം അവരായിട്ടിത് മാക്സിമം വഷളാക്കാനല്ലേ നോക്കിയത്. എന്താ ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ? കാര്യമൊക്കെ ശരിയാ, ഞാനും വി പിയോട് യോജിക്കുന്നു. പക്ഷേ അവരെ പോലെ തന്നെ ആകണം നമ്മളെന്ന് വാശി പിടിക്കണോ? കാര്യം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കേണ്ട കടമയെങ്കിലും നമുക്കില്ലേ? അത് വേണ്ട, അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. നീയോ അപ്പോ അതിൻ്റെ പേരിൽ ഇനി അവരുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൂനോട് അത് പ്രത്യേകം പറഞ്ഞേക്കണം, കേട്ടല്ലോ? ഗുഡ് ഈവനിങ് ഡിയർ. എപ്പോ എത്തി? ഗുഡ് ഈവനിങ്. നമ്മളിവിടെ വേര് പിടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. സോറിഡോ, ഉച്ചയ്ക്ക് മുമ്പ് മാക്സിമം ഓർഡർ എടുത്താ അത്രയും നല്ലതാ. അതാ ലേറ്റ് ആയത്. അല്ല മാഷേ, തിരക്കിനിടയിൽ ഈ പാവത്തിന്റെ ജോലിക്കാര്യം മറന്നോ? ഉടനെ എങ്ങാനും നടക്കാൻ വല്ല ചാൻസും ഉണ്ടോ? അതെന്ത് ചോദ്യാടോ? നമ്മളൊരു കാര്യം ഏറ്റതല്ലേ? തന്റെ ID പ്രൂഫും ഫോട്ടോയും ഫോൺ നമ്പരും ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തു. മിക്കവാറും ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ തനിക്ക് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടും. രജിസ്ട്രേഷൻ കൺഫേം ആയാ പിന്നെ അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഇറങ്ങാം. എന്താ പോരെ? ഇതൊക്കെ നടന്നു കിട്ടിയിട്ട് പറയാം. അതെന്താ തനിക്കെന്നെ വിശ്വാസമില്ലേ? താൻ നോക്കിക്കോ, നാളെ ഒരു ദിവസത്തിനകം തന്റെ ജോലിക്കാര്യം ഓക്കെ ആയിരിക്കും. താങ്ക്സ് ബഡേ. എത്രയെന്ന് കരുതിയോ ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കൊല്ലുന്നത്? അതുകൊണ്ടാ ഇങ്ങനെ ധൃതി കൂട്ടുന്നത്. അല്ലടോ, ഈ കാര്യം തന്റെ വീട്ടിലെറിഞ്ഞ പ്രശ്നമാവില്ലേ? താൻ ബാഗും തൂക്കി ഡെലിവറി ഗേളായിട്ട് നടക്കുന്നത് തന്റെ അച്ഛൻ കണ്ടാ പെട്ടത് തന്നെ. പക്ഷെ ഇയാള് പേടിക്കണ്ട, അതുകൊണ്ട് സൂരജിന് ഒരു പ്രശ്നവും വരില്ല. ആ ഉറപ്പ് പോരെ? എന്റെ കാര്യം വിട്ടേക്ക്, എനിക്ക് ഇയാളുടെ കാര്യം ഓർത്താ ടെൻഷൻ. അല്ല, കോളേജിൽ കയറാതെ എത്ര നാളെന്ന് കരുതിയാ താനിങ്ങനെ മുങ്ങി നടക്കുന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സൂരജ്. എത്ര നാളിങ്ങനെ പോവാൻ പറ്റുമോ അത്രയും നാളിങ്ങനെ പോട്ടെ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. താൻ സമാധാനിക്കും. അതിനുള്ളിൽ തന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവോടോ. ധൈര്യമായിട്ടിരിക്കെ. മാളുവിന്റെ കാര്യത്തിൽ നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യേണ്ടേ മുരളിയേട്ടാ? നമുക്ക് ജോബിനുമായി ആലോചിച്ച് അവളെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല അശ്വതി. 2-3 ദിവസം കഴിയുമ്പോൾ അവളങ്ങ് ഓക്കെ ആയിക്കോളും. ജോബിനും അതല്ലേ പറഞ്ഞത്? പറയുന്നവർക്ക് അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ദേ, ഞാനായിട്ട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയില്ല എന്ന് വെച്ചതാ. എന്നാലും ഒരു കാര്യം 2 പേരോടായിട്ടും പറയാം. കൊച്ചിൻ്റെ ഈ മിണ്ടാട്ടം മുട്ടിയുള്ള ഇരിപ്പ് അത്ര നല്ല ലക്ഷണമല്ല കേട്ടോ. അശ്വതി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം അവൾ ആരോടും ഒരു വക മിണ്ടിയിട്ടില്ല. ആകെ പേടിച്ചു വരണ്ടിരിക്കുക. അവളെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നാവും നല്ലത്. കൂടുതൽ നിയന്ത്രണത്തിനൊന്നും പോവണ്ട. ഏയ്, അത് വേണ്ട, അത് വേണ്ട. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ ശരിയാവില്ല. അങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ആ VPയുടെ മോള്. ചിലപ്പോൾ 2 പേരും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെങ്കിലോ? വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സംശയിക്കാമല്ലോ. അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. ആ, ജോബിനാ. വാ മോനെ. ഹലോ അങ്കിൾ, ഇന്ന് പോയില്ലേ? പോണം, കുറച്ച് ലേറ്റ് ആയിട്ട് പോവാന്ന് കരുതി. ആ, ജോബിനൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടായിരുന്നോ? ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ഡ്യൂട്ടി. എന്നാ പിന്നെ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാന്ന് കരുതി. വാ ഇരിക്ക്. നിങ്ങൾ സംസാരിക്കാൻ, ഞാൻ പോയി ചായ എടുക്കാം. വേണ്ട ആൻറ്റി, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് മുത്തശ്ശി വിശേഷങ്ങള്? ഓ, ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് എന്ത് വിശേഷം ഉണ്ടാകാനാ? ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഇവിടെ. മാളവിക എന്താ പറയുന്ന ആൻറ്റി? ആളെ ഓക്കെ അല്ലേ? ഇല്ല ജോബിൻ, ഇന്നലത്തെ അതേ അവസ്ഥയിൽ തന്നെ എപ്പോഴും. അവളുടെ കാര്യത്തില് ഞങ്ങൾക്കിപ്പോ നല്ല പേടിയുണ്ട് മോനെ. അല്ല, ഞാൻ ജോബിനെ വിളിക്കാതിരിക്കായിരുന്നു. മാളുവിനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കിൾ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മാളുവിനെ നിങ്ങൾ പാരൻസ് ഒന്ന് വിശ്വാസത്തിലെടുക്കുക. ഐ മീൻ, തന്നെ എപ്പോഴും സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് വീട്ടുകാർ കാണുന്നത് എന്നുള്ള ബോധം ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.
ആ വിശ്വാസം മാളവികയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ താനേ ശരിയായിക്കോളും. പിന്നെ അങ്കിളിനെ മാളൂനെയും കൊണ്ട് ഒന്ന് ഔട്ടിങ്ങിന് വെക്കൂടെ? ഞാൻ ഇന്നലെ ആവുന്നതും പറഞ്ഞത് അവളോട്. എവിടെ കേട്ട ഭാവം പോലും വെക്കാതെ ഒരേ ഇരിപ്പ. മാളു എവിടെ? അവള് മുകളിലുണ്ട്. എന്നാ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. പിന്നെന്താ, ജോബിൻ പോയി കണ്ടിട്ട് വാ. എന്നാ വന്നാട്ടെ, ഞാൻ മുറി കാണിച്ചു തരാം. മുത്തശ്ശി വരണമെന്നില്ല, ഞാൻ പോയി കണ്ടോളാം. അതെ, കാര്യം നിങ്ങളുടെ പരിചയക്കാരിയുടെ മോനാ. ആള് ഡോക്ടറാണ്, ഒക്കെ ശരി തന്നെ. എന്നാലും പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ മുറിയിലേക്ക് ഒരു ചെറുപ്പക്കാരനെ തനിച്ചു പറഞ്ഞു വിടുന്നത് അത്ര ശരിയല്ല. അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിക്കണ്ട. മാളു ഇപ്പൊ പേഷ്യന്റാ, ജോബിൻ അവളുടെ ഡോക്ടറും. അങ്ങനെ കണ്ടാ മതി. മാളവിക, മാളവിക, ഹൗ യു മാളവിക? ഓക്കെ അല്ലേ താൻ? എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ജോബിൻ. ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. ഡെയ്സി ടീച്ചറുടെ. ഓർമ്മയുണ്ട്. ഡോക്ടർ എന്നാ വന്നത്? ഞാൻ വെറുതെ തന്നെ ഒന്ന് കാണാൻ. ഇന്നലെ അങ്ങനൊരു മൂഡിൽ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. മമ്മിയും കൂട്ടിയുള്ള എൻ്റെ സെക്കൻഡ് വിസിറ്റ് ആയിരുന്നു ഇന്നലത്തേത്. ആദ്യം വന്നപ്പോഴും മാളവികയെ കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല. ഇന്നലെ പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും. എക്സ്ക്യൂസ് മീ, ഇന്നലത്തെ അതേ സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോഴും. സോ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്ക് തനിച്ചാകുന്നതാ ഇഷ്ടം. ഇറ്റ്സ് ഓക്കെ. ഞാൻ മാളവികയെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എനിക്ക് മാളവികയോട് പറയാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ? അതെ മാളവിക, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം ഓഫ് കോഴ്സ് തൻ്റെ ഫ്രണ്ടിനെ പറ്റിയ, അപൂർവയെ പറ്റി. താൻ സംശയിക്കണ്ട. മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിനോ പ്രേരണയ്ക്കോ വഴങ്ങിയല്ല ഞാനിവിടെ വന്നത്. തനിക്കെന്നെ വിശ്വസിക്കാം. ഒരു കാര്യം കൂടി തൻ്റെ അറിവിലേക്ക് പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ നിമിഷം വരെ എന്താണ് തൻ്റെ ഫ്രണ്ട് അപ്പുവിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിട്ടും ഞാനൊരു ഉറപ്പ് മാളവികയ്ക്ക് തരുന്നു. എനിക്ക് സംസാരിക്കാനുള്ള കാര്യം തീർച്ചയായും അപ്പുവിൻ്റെ ഗുണത്തിനായിട്ടുള്ള കാര്യമാണ്. അപ്പുവിൻ്റെ മാത്രമല്ല, തൻ്റെയും. ബിലീവ് മീ. ശരി, എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? സോറി, പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു ആംബിയൻസിൽ വെച്ച് സംസാരിക്കാനുള്ളതല്ല. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? മാളവിക, നമുക്ക് വെറുതെ ഒരു ഡ്രൈവിന് പോയാലോ? കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. സോറി, ഡോക്ടർക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിവിടെ വെച്ചാവാം. പുറത്തേക്ക് ഞാനില്ല. ഓ, വീട് വിട്ട് പുറത്തു പോവില്ലെന്നാണല്ലോ ശബ്ദം അല്ലേ? ഞാൻ മറന്നു. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു വാശിക്ക് വേണ്ടി വീട്ടുകാരോട് പറഞ്ഞ വാക്കാണോ അതോ സ്വന്തം ജീവന തുല്യം സ്നേഹിക്കുന്ന ഫ്രണ്ടിന്റെ നന്മയാണോ വലുതെന്ന് മാളവികയ്ക്ക് തീരുമാനിക്കാം. ഇവിടെ വെച്ച് എന്തുകൊണ്ട് ആ വിഷയം സംസാരിച്ചുകൂടാ എന്നാണ് തൻ്റെ മറു ചോദ്യമെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. ചിലപ്പോൾ നമ്മൾ രണ്ടാളും അപ്പുവിനെ നേരിൽ കണ്ടെന്നിരിക്കും. ഇനി എന്ത് വേണമെന്ന് മാളവിക തീരുമാനിച്ചാൽ മതി. തൻ്റെ വാശിയേക്കാൾ വലുതാണ് അപ്പുവിൻ്റെ കാര്യമെന്ന് മാളവികയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ കൂടെ വരാം. ഞാൻ താഴെ വെയിറ്റ് ചെയ്യും, മാളവിക വരുമെന്ന പ്രതീക്ഷയോടെ. ഓക്കെ?
എന്തായി ജോവിൻ, മാളുമായിട്ട് സംസാരിച്ചോ? യെസ്, രാവിലെ അങ്കിളും ആൻറ്റിയും പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ഒന്ന് സംശയിച്ചിരുന്നു. മാളവികയ്ക്ക് ഒരു കൗൺസിലിംഗ് വേണ്ടി വരുമെന്ന്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആള് പെർഫെക്റ്റ് ഓക്കെയാണ്. മാളു ജോബിന്റെ അടുത്ത് സംസാരിച്ചോ? പിന്നല്ലാതെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അതെന്താ അസുഖാ ഡോക്ടറെ? വീട്ടുകാരോട് മിണ്ടാട്ടം ഇല്ലാണ്ടിരിക്കുകയും വിരുന്നുകാരോട് സംസാരിക്കുകയും ചെയ്യുന്നത്, അതിന് വല്ല മരുന്നോ മന്ത്രോ ഉണ്ടോ? ഏതായാലും ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല മുത്തശ്ശി. പിന്നെ മന്ത്രം, അത് നിങ്ങൾ പരീക്ഷിച്ചാണല്ലോ. എന്തായാലും മുത്തശ്ശി പേടിക്കണ്ട, നമുക്കിത് മരുന്നില്ലാതെ തന്നെ ചികിത്സിച്ച് മാറ്റാന്നേ. പിന്നെ അങ്കിൾ, ഞാൻ മാളവികയും കൂട്ടി ഒന്ന് പുറത്ത് പോവാ. ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? എന്തിന്? ഒരു വിരോധമില്ല. അല്ല, അവള് വരാന്ന് ജോബിനോട് സമ്മതിച്ചോ? അങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും മാളവിക വരുമെന്ന എൻ്റെ പ്രതീക്ഷ. പിന്നൊരു കാര്യം, മാളവിക എൻ്റെ ഒപ്പം എവിടേക്കാണ് വന്നതെന്നോ എന്താണ് സംസാരിച്ചതെന്നോ നിങ്ങളായിട്ട് ഒരിക്കലും നിർബന്ധിച്ച് ആ കുട്ടിയോട് ചോദിക്കരുത്. തിരിച്ച് മാളവികയായിട്ട് തന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ പോകരുത്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണം. ജോബിൻ, എല്ലാം മോൻ പറയുന്നത് പോലെ ഞങ്ങളായിട്ടിനി അവളെ ഒന്നിനും പ്രഷർ ചെയ്യില്ല. എങ്ങനെയെങ്കിലും അവളൊന്ന് പഴയ രീതിയിലായാൽ മതി ഞങ്ങൾക്ക്. അത് ഞാൻ ഉറപ്പ് തരുന്നു. പോരെ? ആ, എന്നാ പിന്നെ നമുക്ക് പോയാലോ മാളവിക? അപ്പോ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം അങ്കിൾ. ശരി ജോബിൻ. എന്നാലും ഇതൊരു വല്ലാത്ത സൂക്കേടായിപ്പോയി അച്യുതി. ഒടുക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരുന്നാ മതി. കാലം വല്ലാത്തതാണേ, അത് ഓർമ്മ വേണം. കൊള്ളാലോ. ഞങ്ങളുടെ വിശാലമായ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പറിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ചൂടുള്ള വിഭവങ്ങളുമായി ഈ നഗരവീതിയിലൂടെ താനും തൻ്റെ ഈ പടക്കുതിരയും തലങ്ങും വിലങ്ങും പാഞ്ഞു നടക്കട്ടെ. താങ്ക് യു ബ്രോ. അതെ, ഇതൊക്കെ ആയിട്ട് ഇവിടെ കുറ്റിയടിച്ചിരുന്ന ഓർഡർ വന്ന് നമ്മുടെ ഫോണിൽ കയറില്ല. നല്ല കുറച്ച് റെസ്റ്റോറൻറ്റുകളുടെ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കണം, എന്നാലേ ഗുണമുണ്ടാവും. ആ, വലിയ രീതിയിൽ ഗുണം ഉണ്ടാവാൻ വേണ്ടിയൊന്നുമല്ല. ചുമ്മാ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഈ ബോറടി ഒന്ന് മാറിക്കിട്ടണം. വെറുതെ ഒരു ടൈം പാസ്, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആഹാ, അത് പൊളിച്ചു. ടൈം പാസിന് വേണ്ടി ജോലി സമ്പാദിച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതെ, ഒരു പ്രശ്നമുണ്ടല്ലോ ബ്രോ. ഇനി എന്താ പ്രശ്നം?